നമസ്കാരം. ഇത് സന്തോഷ് ഒളിമ്പസ് ആണ്. നമ്മുടെ ആദ്യ പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം. സുസ്ഥിര ജീവനം. സുസ്ഥിരത എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. നാട്ടിൽ എന്ത് പുതിയ പരിപാടി വന്നാലും അത് സുസ്ഥിരമായിരിക്കുക എന്നത് ഇപ്പോൾ ഒരു ഫാഷൻ തന്നെയാണ്. ചെലവ് കുറഞ്ഞൊരു വീട് കെട്ടാൻ എത്ര പണം വേണമെങ്കിലും നാം ചെലവഴിക്കും. സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിന് വേണ്ടി എത്ര കോടി രൂപ വേണമെങ്കിലും നാം നീക്കിവെക്കും. കാരണം സുസ്ഥിര വികസനം ഇന്നത്തെ ട്രെൻഡാണ്. സത്യത്തിൽ എന്താണ് ഈ സുസ്ഥിരത? നിങ്ങൾ ജനിച്ചപ്പോൾ കുറച്ച് കോശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് അന്ന് ഒന്നും തനിയെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ നിൽക്കണമെങ്കിലോ നിലനിൽക്കണമെങ്കിലോ നിങ്ങൾ വളരേണ്ടതുണ്ടായിരുന്നു. വളർന്ന് ഒരു പാകമായപ്പോൾ നിങ്ങൾക്ക് നിൽക്കാനും പിന്നീട് നിലനിൽക്കാനുമായി. പിന്നീട് നിങ്ങൾ ശാരീരികമായി വളർന്നിട്ടില്ല. അതിന് കാരണം പ്രകൃതി നിങ്ങളിൽ കൽപ്പിച്ച വളർച്ചാപരിധി അഥവാ സൈസ് റൈറ്റ്നെസ് എന്ന പ്രതിഭാസമാണ്. പിന്നെ കുറെ കാലം നിങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കും. അതിനിടെ നിങ്ങളുടെ കുറെ കോശങ്ങൾ മരിച്ചു പോകും. അത്രയും തന്നെ കോശങ്ങൾ ഉണ്ടായി വരും. അതുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ഈ പരിധിക്കപ്പുറം നിങ്ങൾ വളരാനായി എന്തെങ്കിലും ചെയ്താൽ തടിച്ച് കുറച്ചു നാൾ ആടിയൊലിഞ്ഞ് നിങ്ങൾ നിന്നു പോകും. പിന്നെ വീണു പോകും. ഒടുവിൽ ഇല്ലാതെയുമാകും. പരിധി വിട്ടു വളരുന്ന ഏതും നിലയേറ്റു പോകും. പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് സ്ഥിരത. അത് ശുഭകരമായി തുടരുന്നതാണ് സുസ്ഥിരത. വളർന്നിട്ടില്ലാത്തൊരു ശരീരത്തിന് സ്ഥിരതയുണ്ടാകില്ല. അവിടെ സ്ഥിരത പാടില്ല. അത് വളരും, വികസിക്കണം. വളർന്നു പാകമായാൽ, വളർച്ചയുടെ പരിധി തീർന്നാൽ പിന്നെ വികാസമില്ല. സ്ഥിരതയാണുള്ളത്. അത് ശുഭകരമാകുമ്പോൾ സുസ്ഥിരതയായി എന്നാണ് പറഞ്ഞത്. അതായത് സുസ്ഥിരമാകുമ്പോൾ വികാസമില്ല, വികാസമുണ്ടായാൽ സ്ഥിരതയുമില്ല. അതായത് സുസ്ഥിരതയും വികസനവും എതിർചേരികളിലാണ് എന്ന് നാം മനസ്സിലാക്കിയേ മതിയാകും. വികാസം മാത്രമുള്ള ഒരു ചിന്താപദ്ധതിയിലേക്കാണ് നിങ്ങൾ പിറന്നു വീണത്. അതുകൊണ്ട് വികസിക്കണം എന്ന് മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. പരിധിയെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുമില്ല. ജീവിതത്തിലെ എല്ലായിടത്തും പരിധികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ നിങ്ങൾക്ക് ശല്യങ്ങളാണ്. നാട്ടിൽ ഒരു നിയമമുണ്ടായാൽ അത് പാലിക്കാൻ നിങ്ങൾക്ക് വിഷമമാണ്. കാരണം നിങ്ങളുടെ പരിമിതിയെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിന് കാരണം നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പരിധി എവിടെയാണ് വിട്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ എവിടെ എത്തി എന്നും നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ എത്തിയത് നാം ഗുണഭോഗവും ഉപഭോഗവും അതിഭോഗവും ചെയ്തുകൊണ്ടാണ്. ഗുണഭോഗം വരെയാണ് പ്രകൃതി നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതിനുമപ്പുറം നാം എങ്ങനെയാണ് കടന്നത്? വിശപ്പടക്കാൻ ഫലമൂലാദികൾ പറിച്ചു തിന്നുന്നതും കൂടുകെട്ടാൻ ചുള്ളി പെറുക്കുന്നതും പോലെ നിലനിൽക്കുവാൻ പ്രകൃതിയെ ആശ്രയിക്കുന്നതിന് ഗുണഭോഗമെന്ന് വിളിക്കാം. പഴങ്ങൾ പറിച്ച് സംഭരിക്കുന്നതും ഉപയോഗമായേക്കാവുന്ന ചുള്ളികൾ ഒടിച്ച് കൂടുതൽ കെട്ടിവയ്ക്കുന്നതും ഗുണഭോഗത്തിന്റെ വികസിത അവസ്ഥയാണ്. അതിനുമപ്പുറം അധ്വാനം കൊണ്ട് പ്രകൃതിയുടെ സ്വാഭാവികതയെ മാറ്റം വരുത്തി ഗുണഭോഗ വസ്തുക്കൾ നേടുന്നതാണ് ഉപഭോഗം. ഉൽപാദനമാണ് ഉപഭോഗത്തിന്റെ ആദ്യഘട്ടം. മനുഷ്യന്റെ അധ്വാനം ഉൽപാദനത്തെ ചലിപ്പിക്കുന്നു. കൃഷിയാണ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഉൽപാദനം. അവനവന്റെ ആവശ്യത്തിനായുള്ള ഉൽപാദനം വരെ പ്രകൃതി അനുവദിക്കുന്ന പരിധിയിൽ വരും. അതാണ് സുസ്ഥിരമായിരുന്നത്. അതാണ് പ്രകൃതിയാൽ അനുവദനീയമായത്. തന്റെ ആവശ്യത്തിനല്ലാതെയുള്ള ഉൽപാദനത്തിനായുള്ള അധ്വാനമാണ് തൊഴിൽ. തൊഴിലുപയോഗിച്ച് ഉൽപാദനം നടത്തി സംഭരിക്കുന്ന സംവിധാനത്തെ വ്യവസായമെന്ന് വിളിക്കാം.
കൃഷി അവനവന്റെ ആവശ്യത്തിനും കവിഞ്ഞ് ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് വ്യവസായ കൃഷി ഉണ്ടായത്. വ്യവസായത്തിനു മുമ്പ് കാടാണ് ഉണ്ടായിരുന്നത്. കാടെറിഞ്ഞ കാടരാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കാതലെറിഞ്ഞ മൂപ്പനാണ് കാടരെ ഇഷ്ടത്തോടെ കൂട്ടമാക്കി, ഗോത്രമാക്കി, ചേർത്ത് നിർത്തി വഴി പറഞ്ഞു മുൻപോട്ട് കൊണ്ടുപോയത്. ജീവിതാനുഭവമായിരുന്നു അറിവ്. കൂടുതലറിഞ്ഞ മൂപ്പന്റെ വചനമായിരുന്നു പ്രമാണം. കാടെന്ന അനുഭൂതിയായിരുന്നു ഭക്തി. വ്യവസായം വ്യവസ്ഥാപിതമായപ്പോൾ നടിയിലും നാടുമുണ്ടായി. കൃഷിയും മണ്ണറിഞ്ഞ കർഷകനും ഭൂവുടമയുമുണ്ടായി. നട്ടതും നേടിയതും കൈവിട്ടു പോകാതിരിക്കാൻ വേലികളുണ്ടായി. വേലിയുടെ ഉടമസ്ഥത മറ്റാർക്കും പോകാതിരിക്കുവാനായി കന്യകാത്വവും കുടുംബവും ഉണ്ടായി. നാടറിഞ്ഞവർ നാടുവാഴിയായി. നാട് നാടാക്കാൻ പല വിദ്യകളുണ്ടായി. നാട്ടുജീവിതം പൊതുരീതിയിലാക്കുവാൻ വിദ്യാഭ്യാസമുണ്ടായി. അകത്തും പുറത്തും വശത്തുമുള്ള പ്രകൃതിയെപ്പറ്റിയുള്ള ആധികളിൽ നിന്നും രക്ഷ നേടാൻ നാടിൻ്റെതായ ദൈവമുണ്ടായി, വൈദ്യമുണ്ടായി, വേദമുണ്ടായി. സ്വന്തം ഉപഭോഗവും പങ്കിടലും കഴിഞ്ഞുള്ളത് വിൽക്കാൻ തുടങ്ങിയപ്പോൾ വാണിജ്യമുണ്ടായി. വാണിജ്യം വ്യവസായത്തിന് പുതുരൂപങ്ങൾ നൽകി. തൊഴിലും തൊഴിലുടമയും തൊഴിലാളിയും വേതനവും ലാഭവും മുതലും സമ്പന്നതയും ദാരിദ്ര്യവുമുണ്ടായി. വളച്ചു കെട്ടിയതും വെട്ടിപ്പിടിച്ചതും ഒരു വേലിക്കുള്ളിലാക്കി രാജ്യമുണ്ടായി. നാടുവാഴി രാജാവായി. രാജ്യം നിലനിൽക്കാൻ പണവും നികുതിയും നീക്കുപോക്കുമുള്ള നാഗരികതയുണ്ടായി. നാഗരികതയുടെ ആധി അകറ്റാൻ വൈദികനും വൈദ്യനുമുണ്ടായി. വാണിജ്യത്തിന് തട്ടകമായി വിപണിയുണ്ടായി. വിപണി നിലനിൽക്കുവാൻ ഉപഭോഗം ഒരു സംസ്കാരമായി മാറേണ്ടി വന്നു. അങ്ങനെ വിപണിയുടെ വിസ്തീർണം കൂട്ടുവാൻ അധിനിവേശങ്ങളുണ്ടായി. ഇടനിലക്കാരും ദല്ലാളന്മാരുമുണ്ടായി. കാടറിഞ്ഞവനും മണ്ണറിഞ്ഞവനും നാടറിഞ്ഞവനും നീക്കം ചെയ്യപ്പെട്ടു. അവിടെ ദല്ലാളന്മാർ കയ്യേറി. കാടേറിയവനും മണ്ണേറിയവനും നാടേറിയവനും ഉണ്ടായി. മതമുണ്ടായി, വികസനമുണ്ടായി, ജനാധിപത്യമുണ്ടായി. അത് സംഘടിതമായി നടന്നപ്പോൾ കേന്ദ്രീകൃത വ്യവസായികൾ അഥവാ കോർപ്പറേറ്റുകൾ ഉണ്ടായി. അവർ നാടിനെയും പണത്തെയും ഭരിക്കുവാൻ തുടങ്ങി. അത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന ഇടത്തിൽ നിൽക്കുന്ന ഉപഭോക്താവിലെ ഉപഭോഗമാണ് ഈ സംസ്കാര പരമ്പരയിലെ അവസാന ഘട്ടം. ഉപഭോഗം ചെയ്യുന്ന ഓരോ നിമിഷവും പ്രകൃതിയുടെ സ്വാഭാവിക സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു ഭീമാകാര സംവിധാനം മൊത്തം ചലിക്കപ്പെടുന്നു. ഉപഭോക്താവിൽ തുടങ്ങി ദല്ലാളന്മാരുടെ വലകളെയും കവിഞ്ഞ് അടിസ്ഥാന ഉൽപാദകൻ വരെ നീണ്ടു നിൽക്കുന്നു ഈ വല. അങ്ങനെ അങ്ങനെ അതിർവരമ്പുകൾ കണ്ടെത്തുവാനാകാത്ത വിധം വികസിച്ച് വികസിച്ച് ഉപഭോഗ വ്യവസ്ഥ പരന്നു കിടക്കുന്നു. ജീവിതം സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫിൽ ഉണ്ടാകുന്നതാണെന്ന് കരുതുന്ന നമ്മളിൽ ഓരോരുത്തരും ഈ വലക്കണ്ണിയുടെ ഭാഗമാകുകയാണ്. അതിലെ എവിടെ ഒരു ചലനമുണ്ടായാലും പ്രകൃതി ഹനിക്കപ്പെടുന്നു. നിലനിൽപ്പ് അഥവാ സുസ്ഥിരത കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത് തുലനം ചെയ്യാനായി പ്രകൃതി സ്വയം ക്രമീകരിക്കുവാൻ തയ്യാറായാൽ നിലയും നിലനിൽപ്പും നഷ്ടമാവുക ഈ വലയിലെ സർവ്വ ആളുകൾക്കുമാണ്. അവിടെയാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ഉപഭോഗ വലക്കണ്ണി പൊട്ടിച്ചിതറി തുടങ്ങി. ഇനി കുറച്ചു മാസങ്ങൾ കൂടി ഇങ്ങനെ പോയാൽ ഈ മായികമായ വലക്കണ്ണി തകർന്നു പോകും. തൊഴിലിനെ ആധാരമാക്കുന്നവർ ചരിഞ്ഞു വീഴും. കൃഷി അറിയാത്തവർ തളർന്നു വീഴും. പ്രകൃതിയുടെ അതിജീവന മന്ത്രങ്ങൾ അറിയാത്തവർ സ്വയമില്ലാതെയാകും. നിലനിൽപ്പിന്റെ എല്ലാ സമവാക്യങ്ങളും തെറ്റിപ്പോകുന്ന ഈ അവസ്ഥയിൽ ഞങ്ങളുടെ അറിവിൽ ഇനി ഒരേ ഒരു പരിഹാരമേ നമുക്ക് മുന്നിലുള്ളൂ. നിലനിൽപ്പിന് മാത്രമായ കൃഷിയും മണ്ണും കാടും വിണ്ണും അറിവും ഉള്ളും ഉണ്മയും വഴിയുമുള്ള പുതുഗോത്രങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാകണം. അത് പ്രാദേശിക സംസ്കാരമാകണം. ഗോത്രങ്ങൾ ചേർന്ന് ഒരു വലയായി മാറി ലോകത്തിന്റെ തന്നെ പുതു സംസ്കാരമുണ്ടാകണം. അതിന് ഞങ്ങളൊരു തുടക്കമിട്ടിട്ടുണ്ട്. നവഗോത്ര സുസ്ഥിര ജീവന സമൂഹം. അതിന്റെ സുസ്ഥിര ജീവന പാഠങ്ങളിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. നന്ദി. നമസ്കാരം.